നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായി ഒരു വീട് ലഭിക്കുക എന്നത്. പലരും വിവിധ ഭവന പദ്ധതികളിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ഗുണഭോക്തൃ പട്ടികയിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം PMAY അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിലെ പുതിയ അപേക്ഷകളിൽ നടപടി പുരോഗമിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ഇത് വെറും ഒരു സാധാരണ വാർത്തയല്ല, വീടിനായി കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഇന്നത്തെ വീഡിയോയിൽ ഈ വാർത്തയുടെ പ്രാധാന്യം, നിലവിലെ സാഹചര്യം, അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ വിശദമായി നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ PMAY അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയെക്കുറിച്ച് നമ്മൾക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ഭവനരഹിതർക്കും ദുരിതാവസ്ഥയിലുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും സുരക്ഷിതമായ ഒരു വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം ലക്ഷക്കണക്കിന് വീടുകൾ ഈ പദ്ധതിയിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്താണെന്ന് നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ അപേക്ഷകളുടെ പരിശോധനയും തുടർ നടപടികളും വിവിധ തലങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപേക്ഷകരുടെ വിവരങ്ങൾ പരിശോധിക്കുക, അർഹത ഉറപ്പാക്കുക, ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുക തുടങ്ങിയ നടപടികളാണ് നടക്കുന്നത്. ഇത് അന്തിമ അംഗീകാരമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല, പക്ഷേ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു സുപ്രധാന മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു. ആർക്കൊക്കെയാണ് കൂടുതൽ സാധ്യത എന്ന് നോക്കാം. സാധാരണയായി ചില വിഭാഗങ്ങൾക്കാണ് മുൻഗണന ലഭിക്കാറുള്ളത്. അതായത് സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾ, രണ്ടാമത് വളരെ മോശമായ വീടുകളിൽ താമസിക്കുന്നവർ, മൂന്നാമത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പിന്നെ സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർ. അന്തിമ തീരുമാനം ബന്ധപ്പെട്ട അധികാരികൾ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അപേക്ഷ നൽകിയവർക്ക് ഇത് യോഗ്യതയുണ്ടോ എന്ന് ഉള്ളത് അറിയാൻ സാധിക്കുക. ഇനി അപേക്ഷ നൽകിയവർ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രധാന സംശയം ഇതാണ്. ഇപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ രേഖകൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ആധാർ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ്, കുടുംബ വിവരങ്ങൾ എന്നിവയിൽ പിഴവുകളില്ലെന്ന് ഉറപ്പാക്കുക. കൂടാതെ പഞ്ചായത്ത് ഓഫീസുകളിലൂടെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലൂടെയോ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. എന്തെങ്കിലും മിസ്മാച്ച് കാര്യങ്ങൾ, ആധാർ, ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. വ്യാജ വാർത്തകളെ സൂക്ഷിക്കേണ്ടതും വലിയ അനിവാര്യമായ കാര്യമാണ്. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി തെറ്റായ വിവരങ്ങളും പ്രചരിക്കാറുണ്ട്. എല്ലാവർക്കും വീട് അനുവദിച്ചു, ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, ഉടൻ പണം ലഭിക്കും എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ കാണുമ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കുക. അധികൃത വിവരങ്ങൾ മാത്രം വിശ്വസിക്കുന്നതാണ് നല്ലത്. കേരളത്തിലെ സാഹചര്യങ്ങളും പ്രതീക്ഷകളും നമ്മൾക്ക് ഒറ്റനോട്ടത്തിൽ നോക്കാം. കേരളത്തിൽ ലൈഫ് മിഷനും PMAY അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയും ചേർന്ന് നിരവധി കുടുംബങ്ങൾക്ക് വീടുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വീടിനായി കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. പുതിയ അപേക്ഷകളിൽ നടപടി ആരംഭിക്കുന്നത് ഇത്തരക്കാരിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നുണ്ട്. അടുത്ത മാസങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. PMAY പദ്ധതിയിലെ പുതിയ അപേക്ഷകളുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്ന എന്ന വിവരം വീടിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ ഔദ്യോഗിക പട്ടികകളും പ്രഖ്യാപനങ്ങളും വരുന്നതോടെ സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. അത് വരുന്നതുവരെ കാത്തിരിക്കുക. ഈ വിഷയങ്ങളിൽ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ ഞങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വാർത്ത എത്തിക്കാനും ശ്രമിക്കുക. നന്ദി, നമസ്കാരം.